ഹലോ മക്കളെ, നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ SSLC ഹിന്ദി പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്യ പിരമിഡ്. 2 മാർക്കിനാണ് ഈ ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും നമ്മുടെ ഹബീബിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ചെയ്യാണ്. നമ്മുടെ മോഡൽ എക്സാമിനൊക്കെ വന്ന അതേ പാറ്റേണിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് എക്സാമിന് വരിക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. മക്കളെ, ഈ വാക്യ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 തരും, ചിലപ്പം ലാസ്റ്റത്തും തരും, എന്തും തരും. ഓക്കെ, എന്തായാലും നിങ്ങൾക്കുള്ള സെയിം പാറ്റേൺ അനുസരിച്ച് നോക്കണമെങ്കിൽ ആദ്യത്തെ 2 വരികൾ തരും, എന്നിട്ട് ബാക്കി 2 വരികളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. 2 കള്ളികളാണ്. അപ്പോൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് മക്കളെ നിങ്ങൾ ഇതുപോലെ ഒരു വാക്യ പിരമിഡ് വരച്ചിട്ട് വേണം എഴുതാൻ. ഇനി വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ 2 എന്തായാലും എഴുതണം. ഓക്കെ, ആദ്യത്തെ 2 വരി എഴുതിയിട്ട് വേണം നിങ്ങൾ മൂന്നാമത്തെ എഴുതാൻ. അല്ലാതെ ആൻസർ മാത്രം എഴുതിക്കരുത്. ആൻസർ മാത്രം എഴുതിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. 2 മാർക്കാണ് വെറുതെ മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ് മക്കളെ, ഇത് ഫസ്റ്റത്തെ എത്ര വാക്കുണ്ട് നോക്കുക. എത്ര വാക്കുണ്ടടാ? ഹവായേം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഗും രഹീത്തി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് വെർബാട്ടോ, ഗും രഹീത്തി. നമ്മൾ അർത്ഥം നോക്കിയാൽ വാക്കുകൾ കറക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഗും ഒരു വാക്ക്, രഹി ഒരു വാക്ക്, തീ ഒരു വാക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഗും രഹീത്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു എന്നാണ്. അപ്പോൾ കാറ്റ് ചുറ്റിക്കറങ്ങുകയായിരുന്നു. 2 വാക്കല്ലേ ഉള്ളൂ. ഇനി അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ എത്ര വാക്ക് വേണം? ആദ്യത്തെ 2 ആണെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ 2-ൽ കൂടുതൽ വേണം, 3 വേണം അല്ലേ. അപ്പോൾ അടുത്തേൽ എത്ര ഉണ്ട് നോക്ക്. ഹവായ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇവിടെ വന്ന വാക്കനാണല്ലോ അല്ലേ. പിന്നെ അടുത്ത് ഗുംരഹീത്തി എന്ന് പറഞ്ഞ വാക്കുണ്ട്, അത് ഇവിടെ വന്നാണ്. ഇനി പുതുതായി ഒരുത്തം കൂടി, ഏതാ? തേസീസെ. അപ്പൊ എന്താ? കാറ്റുകൾ വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നായി അല്ലേ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തേൽ അപ്പൊ എത്ര വേണം? ഇവിടെ 2 എണ്ണമായി അല്ല 3 എണ്ണമായി. ഇനി അടുത്തേൽ 4 എണ്ണം വേണം, അടുത്തേൽ 5 എണ്ണം വേണം. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഓരോ വരി കൂടുമ്പോൾ ഇങ്ങനെ കൂടി വരും. ഈ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 വാക്ക് തരും. അപ്പോൾ ഇതിൽ ഒരു വാക്കായിരിക്കണം 3ാമത്തെ വരിയിലേക്ക് വരുന്നത്, അടുത്ത വാക്ക് 4ാമത്തെ വരിയിലേക്ക് വെക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് വെക്കാം, ഇത് വെക്കാം, ഏത് വേണമെങ്കിലും 3ാമത്തെ വരിയിൽ വെക്കാം. പക്ഷെ വെക്കുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ആ വെക്കുന്ന സമയത്ത് അർത്ഥം കറക്റ്റ് ആവണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ ഈസി ആയിട്ട് കഴിയും ആർക്കറിയാം മക്കളെ? പാഠഭാഗമൊക്കെ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്ന കുട്ടികൾക്കാണ്. അതായത് ഈ വന്നിരിക്കുന്ന സെന്റൻസുകളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഈ ഒരു വാക്യ പിരമിഡ് തന്നെ ഇത് വായിച്ച കുട്ടികൾക്ക് മനസ്സിലാവും. ഇത് ബീർ ബഹുട്ടിയിലെ സ്റ്റാർട്ടിംഗ് സെന്റൻസ് ആണ് അല്ലേ. ബീർ ബഹുട്ടിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെയുള്ള ചില സെന്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം അതിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവന് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. എന്താ വരിക എന്നുള്ളത് നമുക്ക് ആദ്യം ഇതിന്റെ അർത്ഥം നോക്കാം. അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം പെട്ടെന്ന് കിട്ടുമോ? എന്താണ്? കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഓർക്കുക. അപ്പോൾ കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തെന്താ പറഞ്ഞത്? കാറ്റ് വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വേഗത്തിൽ എന്നുള്ള വാക്ക് എവിടെയാണ് വന്നത്? കാറ്റിനും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനും ഇടയിലല്ലേ വന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ തേസീസെ എന്നുള്ളത് ഇപ്പുറത്തും വരില്ല അപ്പുറത്തും വരില്ല. അത് ആദ്യം കൊണ്ട് ഉറപ്പിക്കുക. ഓക്കെ, അതിനുള്ള ക്ലൂ ആണ് നിങ്ങൾക്ക് തന്നത്. ഇനി നമുക്ക് അടുത്ത് ഇതർ ഉദർ എന്ന വാക്കിന്റെ അർത്ഥം നോക്കണം. ഓക്കെ, ബ്രാക്കറ്റിലുള്ള അർത്ഥം ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ്. അതേപോലെ കീലി എന്ന് പറഞ്ഞാൽ തണുത്ത എന്നാണ്. അതേപോലെ പാഠഭാഗം വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നവൻ കുടുങ്ങിപ്പോകും. ഓക്കെ, അപ്പോൾ തണുത്ത അല്ലെങ്കിൽ ഈർപ്പമുള്ള എന്നൊക്കെ ആർദ്രമായ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഇതർ ഉദർ, അവിടെയും ഇവിടെയും, ഈ വാക്കാണ് നമ്മൾ വെക്കാൻ വിചാരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പം നമ്മളിവിടെ കാണി അവിടെയും ഇവിടെയും കാറ്റുകൾ എന്താണ്? വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇനി അടുത്ത് നോക്കാം. കാറ്റുകൾ അവിടെയും ഇവിടെയും വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെയാണ് വെക്കുന്നെങ്കിലോ കാറ്റുകൾ വേഗത്തിൽ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഇവിടെയാണ് വെക്കുന്നെങ്കിലോ കാറ്റുകൾ വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെയും ഇവിടെയും. എന്നിട്ട് നിങ്ങൾ ഇത് 4 ഇങ്ങനെ ആലോചിക്കുക. ഏത് വായിക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന എവിടെ വെക്കുമ്പോഴാണ്? കാറ്റുകൾ അവിടെയും ഇവിടെയും വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ ഒന്നുകൂടി സുഖം. അതേപോലെ വേണമെങ്കിൽ ഇതും വെക്കാം. കാറ്റുകൾ വേഗത്തിൽ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങും ഇങ്ങും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതാം. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? ഹവായെ 3ാമത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ബെറ്റർ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഭംഗി തോന്നുന്ന സ്ഥലത്ത് വെക്കുക എന്നുള്ളതേ മാനദണ്ഡമുള്ളൂ. ചില ക്വസ്റ്റ്യനിലൊക്കെ 2 സ്ഥലത്ത് വെച്ചാൽ, ഇപ്പോൾ ഇതിലേക്ക് മാറി 2 സ്ഥലത്ത് വെച്ചാലും നല്ല മീനിങ് കിട്ടുമെങ്കിൽ എവിടെ വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ ഒരിക്കലും മീനിങ് ക്ലിയർ ആവില്ല. അങ്ങോട്ടേക്ക് കാറ്റുകൾ വേഗത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇവിടെയും, എന്ത് മീനിങ് അല്ലേ, എന്ത് കുന്തം. അപ്പോൾ നോക്കുക, കറക്റ്റ് മീനിങ് വരണം. അപ്പോൾ ഹവായേം എന്താണ്? തേസീസെ. നമ്മളിങ്ങനെ പറയാണ് തേസീസെ. ഇനി എന്തൊക്കെ? ഇത് വെക്കുക, ഇതർ ഉദർ എന്നാണ് ഗുംരഹി ഹെ. ഓക്കെ, ഗുംരഹി ഹെ. ഇപ്പൊ എന്തായി? കാറ്റ് വേഗത്തിൽ എന്താണ്, അല്ലെങ്കിൽ വേഗതയോടെ അവിടെയും ഇവിടെയും അങ്ങും ഇങ്ങും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി. ഇനി അടുത്തേതാ? ഗീരി, നനഞ്ഞ അല്ലെങ്കിൽ ആർദ്രമായ എന്നല്ലേ. ഇതൊരു വിശേഷണമാണ് അല്ലേ. ഈ വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നിറം കൊണ്ടോ ഗുണം കൊണ്ടോ ആകൃതി കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ ഒരു സാധനത്തിന് നൗൺ കൊടുക്കുന്ന വിശേഷണമാണ് എന്ത്? നമ്മൾ കോംപ്ലിമെന്റ്സിലെ വിശേഷണം എന്ന് പറയാം. ഇപ്പോൾ ഇതൊരു പേനയാണ് അല്ലേ. ഞാൻ പറയുന്നത് ഒരു പേന എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷണമല്ലേ, ഒരു പേന. അപ്പോൾ ഒരു എന്നുള്ളത് ഒരു നമ്പറിംഗ് ആണ് അല്ലേ. അതേപോലെ കറുത്ത പേന അല്ലേ, ഇതിന് കൊടുത്തൊരു വിശേഷണമാണ്. മെലിഞ്ഞ പേന, നീണ്ട പേന, ചെറിയ പേന, വില കൂടിയ പേന, ഇതൊക്കെ ഇതിന് കൊടുത്ത വിശേഷണമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നൗണിന് കൊടുക്കുന്ന വിശേഷണങ്ങൾക്കാണ് നമ്മൾ വിശേഷണം എന്ന് പറയാം. അത്തരത്തിലൊരു വിശേഷണമല്ലേ നനഞ്ഞ അല്ലെങ്കിൽ ആർദ്രമായ എന്നുള്ളത്. അപ്പൊ ഇതൊരു നൗണിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കാം ഈ സെന്റൻസിൽ ഏതാണ് നൗൺ എന്ന്. ഇതിലാകെ ഒരു പേര് ഹവായ എന്നുള്ളത് മാത്രമല്ലേ നൗണുള്ളൂ അല്ലേ. അതായത് കാറ്റ്. ബാക്കിയുള്ള തേസീസ് പറഞ്ഞ വേഗത്തിൽ നിന്നാണ്. എന്തിനെങ്കിലും പേരാണോ? അല്ല. ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്നാണ്. അങ്ങനെ ഒരാളുടെ പേരില്ലല്ലോ. പിന്നെ ഗുംരഹിഹെ എന്ന് പറഞ്ഞ ഗീതി എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാന്നാണ്. അതൊരു ക്രിയയാണ്, വെർബാണ്. അപ്പോൾ ബാക്കിയുള്ള ഒന്ന് നൗണില്ല, ഒറ്റ നൗണുള്ളൂ. അപ്പോൾ ഈ ഗീലി എന്നുള്ളത് ആർക്ക് മാത്രമേ ചേരുള്ളൂ?
ഈ ഹവായക്ക് മാത്രമേ ചേരുള്ളൂ. അപ്പൊ ഇത് ഫസ്റ്റ് വെച്ചെടുക്കുക, ഗീലി ഹവായേം. ഓക്കെ, അപ്പൊ ഗീലി ഹവായേം തേസീസെ എന്താ ഇതർ ഉദർ ഗുംരഹീത്തി എന്നാണ് നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് ഇതുണ്ട്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും മക്കളെ. അപ്പം വേർഡ് പിരമിഡ് ഉണ്ടാക്കേണ്ടതിന്റെ മാനദണ്ഡം മനസ്സിലായില്ലേ? എന്ത് മാത്രമാണ് മക്കളെ? അർത്ഥം മനസ്സിലാക്കണം. ഗ്രാമർ ആണെന്ന് വിചാരിച്ചിട്ട് ആരും വാക്യ പിരമിഡ് കണ്ടിട്ട് ഞെട്ടണ്ട. ഗ്രാമർ അല്ല, അർത്ഥം മനസ്സിലാക്കിയവൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. സംഗതി വാക്യ പിരമിഡ് എഴുതി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിയാലും എന്താ എവിടെയെങ്കിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 2 മാർക്കാണല്ലോ നമുക്ക് വേണ്ട, വെറുതെ 2 മാർക്ക് മിസ്സാക്കണ്ടല്ലോ. അപ്പൊ കറക്റ്റ് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കും കിട്ടും. ഓക്കെ, സോ ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. ബച്ചേ ആത്തേഹെ എന്താണ്? ബച്ചേ ആത്തേഹെ കുട്ടികൾ വരുന്നു എന്നാണ് അർത്ഥം. ബച്ചേ കക്ഷാമേം ആത്താഹെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ബ്രാക്കറ്റിൽ 2 തന്നിട്ടുണ്ട്. എന്താ? ഗണിതയ്ക്ക്, കണക്കിന്റെ, പിന്നെ അടുത്ത് എന്താ? സമയത്തിന്. അപ്പൊ ഈ 2ൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നോക്കാം. ആദ്യം നമുക്ക് കണക്കിന്റെ നോക്കാം. കണക്കിന്റെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു, അങ്ങനെ വെക്കാൻ പറ്റുമോ? ഈ ഗണിതയ്ക്ക് എന്നുള്ള ഫസ്റ്റ് വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക? കണക്കിന്റെ കുട്ടികൾ, നമ്മൾ മലയാളം വായിക്കുന്ന അതേപോലെ തന്നെയാണ് മീനിങ് വരിക. അപ്പൊ കണക്കിന്റെ കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു. ഈ കണക്കിന്റെ കുട്ടികൾ അതെന്ത് കുട്ടികളല്ലേ? അടുത്ത എന്താ പറഞ്ഞത്? ബച്ചേ ഗണിതയ്ക്ക് കക്ഷാമേ മാത്താഹെ കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു. അത് കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തേനൊരു സാധ്യത ഉണ്ട്. ഇനി അടുത്ത് വേറെ ഇവിടെ വെച്ച് നോക്കാം. ബച്ചേ കക്ഷാമേം ഗണിതയ്ക്ക് ആത്താഹെ കുട്ടികൾ ക്ലാസ്സിൽ ഗണിതത്തിന്റെ വരുന്നു. അത് പറ്റുമോ? അതെന്തായാലും പറ്റൂല. ഇനി ഗണിതയ്ക്ക് ലാസ്റ്റ് വെച്ച് നോക്കിയാ ബച്ചേ കക്ഷാമേം ആത്തേഹെ ഗണിതയ്ക്ക് കുട്ടികൾ ക്ലാസ്സിൽ വരുന്നു കണക്കിന്റെ. പറ്റൂലല്ലോ. അപ്പൊ എവിടെ വെക്കാൻ പറ്റുള്ളൂ? ഇവിടെയേ വെക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? ബച്ചേനാദ് എഴുതുന്നു, പിന്നെ ഗണിതയ്ക്ക് എന്ന് എഴുതുന്നു, ഈ വാക്ക് എഴുതുന്നു ഗണിതയ്ക്ക്, എന്നിട്ട് കക്ഷാമേം എഴുതുന്നു, പിന്നെ ആത്താഹെ. ഓക്കെ, ഇത്ര എഴുതി. ഇനി നമുക്ക് ഇതല്ലേ വെക്കാനുള്ളത്? സമയപ്പർ. അതെവിടെ വെക്കും? സമയത്തിന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വെച്ച് നോക്കാം. എന്താണ്? സമയപ്പർ. സമയത്തിന് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ സമയത്തിന് കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു. വലിയ കുഴപ്പമില്ല അല്ലേ? ഇനി കുട്ടികൾ കുട്ടികൾ സമയത്തിന് കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു. അതൊരു രസമില്ല. ഇനി കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ സമയത്തിന് വരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല അല്ലെ? ഇനി കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ വരുന്നു സമയത്തിന്. ഏതാ നല്ലത്? ഞാൻ 3ാമത് പറഞ്ഞല്ലേ, കുട്ടികൾ കണക്കിന്റെ ക്ലാസ്സിൽ സമയത്തിന് വരുന്നു അല്ലെ? അതായത് കൃത്യസമയത്ത് വരുന്നു. അപ്പൊ എങ്ങനെ പറയാ? ബച്ചേ ഗണിതയ്ക്ക് കക്ഷാമേം സമയപ്പർ ആത്തേഹെ. മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. മനസ്സിലായില്ലേ? ഇനി സമാനമായ മറ്റൊരു ചോദ്യമാണ് ബച്ചേ ചുൻതേഹെ. നമ്മുടെ ഇതുണ്ടല്ലോ, ബസന്ത് മേരെ ഗാവ്ക്കെ ഒരു സെന്റൻസ് ആണ്. കുട്ടികൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികൾ പറിക്കുന്നു അല്ലെ? എന്താ? ബച്ചേ ഫൂൾ ചുൻതേഹെ കുട്ടികൾ എന്തെയ്യുന്നു? പൂക്കൾ പറിക്കുന്നു അല്ലെങ്കിൽ പൂക്കൾ ശേഖരിക്കുന്നു. ഇനി ഇവിടെ ബാക്കിൽ കൊടുത്തേ ചോട്ടെ, ചെറിയാന്ന് കൊടുത്തിട്ടുണ്ട്, ഷാം തക്ക് വൈകുന്നേരം വരെ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ചോട്ടെ വെച്ച് നോക്കാം. ചോട്ടെ എന്നുള്ളൊരു വിശേഷണല്ലേ? വിശേഷണം ബച്ചേക്കും വെക്കാം, ഫൂലിനും വെക്കാം. രണ്ടും നൗണുകളാണ്. ഏത് നൗണ് വേണമെങ്കിലും വെക്കാം. നമുക്ക് 2 കൂടി വെച്ച് നോക്കാം. ആദ്യം ചെറിയ കുട്ടികൾ പൂക്കൾ പറിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി കുട്ടികൾ ചെറിയ പൂക്കൾ പറിക്കുന്നു. അതൊരു രസമല്ലേ അല്ലേ? കുട്ടികൾ എന്താ ചെറിയ പൂക്കൾ മാത്രമേ പറക്കുള്ളൂ? അല്ല അല്ലേ? ഇനി അടുത്ത കുട്ടികൾ പറക്കുന്നു ചെറിയ കുട്ടികൾ പൂക്കൾ ചെറിയ പെറുക്കുന്നു. അതെന്തായാലും പറ്റില്ലല്ലോ. കുട്ടികൾ പൂക്കൾ ചൊറിയാൻ നോക്കി അല്ലേ? അപ്പോൾ അതെന്തായാലും പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ? ഒന്നുകിൽ ചെറിയ കുട്ടികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ പൂക്കൾ എന്ന് പറയാം. ഏതാ നല്ലത്? ചെറിയ കുട്ടികളിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് വെക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ. അപ്പൊ എങ്ങനെ വെക്കാം? ചോട്ടെ ബച്ചേ ഫൂൽ ചുൻതേഹെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇനി അടുത്ത ഷാം തക്ക് വൈകുന്നേരം വരെ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. എന്താ? ചെറിയ കുട്ടികൾ പൂക്കൾ വൈകുന്നേരം വരെ പെറുക്കുന്നു. വലിയ കുഴപ്പമില്ല. അടുത്ത ചെറിയ കുട്ടികൾ വൈകുന്നേരം വരെ പൂക്കൾ പെറുക്കുന്നു. അതും വലിയ കുഴപ്പമില്ല. അടുത്ത വൈകുന്നേരം വരെ ചെറിയ കുട്ടികൾ പൂക്കൾ പെറുക്കുന്നു. ഏതാ നല്ലത്? ചെറിയ കുട്ടികൾ വൈകുന്നേരം വരെ പൂക്കൾ പെറുക്കുന്നു എന്നല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ വെക്കുക? ചോട്ടെ ബച്ചേ, പിന്നെ എന്താണ്? വൈകുന്നേരം വരെ, അതായത് ഷാം തക്ക് ഫൂൽ ചുൻതേഹെ. ഇങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ ഭംഗി. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഭംഗി കിട്ടുന്നത് എവിടെയാണോ അവിടെ വെക്കുക. ക്ലിയർ ആയി മക്കളെ? വ്യക്തി ചാത്താഹെ, അതായത് വ്യക്തി ആഗ്രഹിക്കുന്നു. അപരിചിത വ്യക്തി ചാത്താഹെ, അപരിചിതനായ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് സഹായത, സഹായം എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഹമാരി നമ്മുടെ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നും വെച്ച് നോക്കാം. ആദ്യം സഹായത, സഹായം എന്നുള്ളത് എവിടെ വെച്ച് നോക്കാം? സഹായം അപരിചിതനായ വ്യക്തി ആഗ്രഹിക്കുന്നു. വലിയ കുഴപ്പമില്ല അല്ലേ? പിന്നെന്താ? അപരിചിതനായ സഹായം വ്യക്തി ആഗ്രഹിക്കുന്നു. അപരിചിതനായ സഹായം, അതെന്ത് സഹായ? അതെന്തായാലും വരില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴുള്ള മണ്ടത്തരങ്ങൾ. ഇനി അടുത്തെന്താ? അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു. അത് കറക്റ്റ് അല്ലേ? അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എങ്ങനെ പറയാ? പരിചിത വ്യക്തി എന്താണ്? അപരിചിത വ്യക്തി എന്ന് എഴുതുക. എന്നിട്ട് എന്താണ്? സഹായത ചാത്താഹെ. ഓക്കെ, അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു എന്ന് എഴുതി. അതായത് ഇവിടെയാണ് നമ്മൾ സഹായത വെച്ചത് അല്ലെ? ഇനി അടുത്തെന്താ? ഹമാരി നമ്മുടെ അപരിചിതനായ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു. നമ്മുടെ അപരിചിതനായ വ്യക്തി അതെന്ത് വ്യക്തിയാ അല്ലെ? അടുത്ത അപരിചിതനായ നമ്മുടെ വ്യക്തി സഹായം ആഗ്രഹിക്കുന്നു. അതിലും കാര്യമില്ല. അടുത്ത അപരിചിതനായ വ്യക്തി നമ്മുടെ സഹായം ആഗ്രഹിക്കുന്നു. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ എങ്ങനെ വെക്കാം? അപരിചിത വ്യക്തി ഹമാരി സഹായത ചാത്താഹെ. ഹമാരി വെക്കുക, ഹമാരി കഴിഞ്ഞിട്ട് സഹായത വെക്കുക. ഇത്ര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ വാക്യ പിരമിഡിന്റെ 2 മാർക്ക് കിട്ടി മക്കളെ, കിട്ടി. ഇനി ലാസ്റ്റത്തെ എക്സാമ്പിൾ ആണ്, നോക്കിക്കോ. ചാർലി ഗാത്താഹെ, ചാർലി പാടുന്നു. അടുത്ത ചാർലി ഗീത് ഗാത്താഹെ, ചാർലി പാട്ട് പാടുന്നു. ഇനി ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റേജ് പർ എന്നുണ്ട്. സ്റ്റേജിൽ പിന്നെ മഷൂർ, പ്രസിദ്ധമായ എന്നുള്ളൊരു വിശേഷണം തന്നിട്ടുണ്ട്. ഇതിന് ആൻസർ ഞാനിവിടെ പറയുന്നില്ല. ഇതിന് ആൻസർ മക്കൾ എന്ത് വിചാരിച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ ആദ്യം കാണുന്ന ഉത്തരം ഞാൻ പിൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം അത് നിങ്ങൾക്കുള്ളൊരു പണിയായിക്കോട്ടെ. നിങ്ങൾക്ക് വേർഡ് പിരമിഡ് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നൊന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.